ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിതാ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണെന്ന്. കറിവേപ്പില എങ്ങനെയാണ് ഇത്ര അടിപൊളിയായിട്ട് കിളുക്കുന്നതെന്ന് അറിയണ്ടേ? കറിവേപ്പിൻ്റെ ഒരു മരം മതി കേട്ടോ. ഇതാ ഇങ്ങനെ നിറയെ കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കറിവേപ്പിന് ചുറ്റും ഉണ്ടാവും. നമുക്കാണെങ്കിൽ ആ ഏരിയ മൊത്തം കറിവേപ്പില ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇതിന് ചെറിയൊരു ടിപ്പും കൂടെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാവേ. കറിവേപ്പില ഇങ്ങനെ തഴച്ച് വളരാനായിട്ട് ഏറ്റവും നല്ലത് നാരങ്ങ എടുക്കണം. കൂട്ടത്തിൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളവും എടുത്താൽ നല്ലതാണ്. പിന്നെ അതിൻ്റെ ചോട്ടിൽ നിറച്ച് കരിയിൽ നമ്മളിങ്ങനെ കൂട്ടിയിട്ടേക്കണം കേട്ടോ. അതിൻ്റെ തണുപ്പൊക്കെ പറ്റി അത് കുറച്ച് പച്ചപ്പൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ നാരങ്ങയും കഞ്ഞിവെള്ളവും തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ നാരങ്ങയുടെ തൊണ്ടിട്ട് വെച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മൾ ഒഴിക്കാൻ നേരത്ത് അതൊന്ന് ഞെവടി അതിൻ്റെ ചുവട്ടിലോട്ട് ഒഴിച്ച് അത്രയും നല്ല അടിപൊളിയായിട്ട് തളർക്കുകയും കിളിർക്കുകയും ഒക്കെ ചെയ്യും കേട്ടോ. ഇത്രയും കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ല അടിപൊളിയായിട്ട് കിളുത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാവേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നേക്കണേ. ടാറ്റാ, ബൈ ബൈ, സീ യു.